BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ജനസംഘത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജയന്തി ദിനാചരണം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം ഭരിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വില കുറയരുതെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണെന്നും 99% ഉൽപ്പന്നങ്ങളുടെയും GST 5% പൂർണ്ണമായോ ഒഴിവാക്കിയിട്ടും പാൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുവാൻ മിൽമയ്ക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകാത്തത് ഇതിന് തെളിവാണെന്നും MT രമേശ് പറഞ്ഞു. ഞാൻ പറയുന്നില്ല, കാരണം ആ ദർശനം നേരത്തെ തന്നെ നമ്മുടെ രാജ്യത്തുള്ളതാണ്. ഭാരതീയ ദർശനം തന്നെയാണ് ഏകാത്മ മാനവ ദർശനം. പക്ഷെ ഭാരതീയ ദർശനത്തിന് ആധുനികമായിട്ടുള്ള ഒരു ക്യാൻവാസ് ഇട്ടിട്ടുകൊണ്ട് അതിൽ നൂതനമായിട്ടുള്ള വെല്ലുവിളികളെ ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുക എന്നുള്ളതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഭാരതീയ ദർശനത്തിന് ഒരു പുതിയ പരിപ്രേക്ഷ്യമുണ്ടാക്കി ഏകാത്മ മാനവ ദർശനം എന്നുള്ള ആശയ സംഹിത സൃഷ്ടിച്ചുകൊണ്ട് ഭാരതീയ ജനസംഘത്തിന്റെ അടിസ്ഥാന പ്രത്യയശാസ്ത്രമാക്കി അതിനെ മാറ്റിയത് ദിനദയാലിയാണ്. ഏകാത്മ മാനവ ദർശനം ഇന്ന് സാമ്പത്തിക വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയിൽ ലോകത്തുയർന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ദർശനമാണ് ഏകാത്മ മാനവ ദർശനം. സാമ്പത്തിക രംഗത്തെ ഏത് പ്രതിസന്ധിയെയും, സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, മനുഷ്യന്റെ ഒരു വ്യാവഹാരിക ജീവിതത്തിൽ അവന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ആധുനികമായ, ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള ദർശനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനെ സമ്പൂർണ്ണമായിട്ട് കാണാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ്. മനുഷ്യനെ കമ്പാർട്ട്മെന്റിലായിട്ട് കാണാൻ വേണ്ടി പാടില്ല. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി അധ്യക്ഷത വഹിച്ചു. K സവിത, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, V രവീന്ദ്രൻ, സുദാമ ഗോസാഡ, PR സുനിൽ, N ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ദീൻദയാൽ ഉപാധ്യായയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.